നമസ്കാരം. ക്രൈംബ്രാഞ്ചിലേക്ക് സ്വാഗതം. ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതകത്തിലെ പ്രതികളായ നിനോ മാത്യുവിനെയും അനുശാന്തിയെയും ചോദ്യം ചെയ്ത പോലീസിന് ലഭിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. അനുശാന്തിയുടെ വീട്ടിൽ രാത്രികാലങ്ങളിൽ നിത്യ സന്ദർശകനായിരുന്നു നിനോ മാത്യുവെന്ന് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ വ്യക്തമായി. പരസ്പരം നഗ്നചിത്രങ്ങൾ വാട്സപ്പിലൂടെ അയച്ചു കൊടുത്തിരുന്നതായി ചോദ്യം ചെയ്യലിൽ ഇരുവരും സമ്മതിച്ചു. അനുശാന്തിയും നിനോ മാത്യുവും തമ്മിലുള്ള അവിഹിത ബന്ധം തുടങ്ങിയിട്ട് 8 മാസമേ ആയുള്ളൂവെങ്കിലും ഈ കാലം കൊണ്ട് ഇവർ പരസ്പരം അകലാൻ കഴിയാത്ത വിധം അടുക്കുകയായിരുന്നു. രാത്രികാലങ്ങളിൽ അനുശാന്തിയുടെ വീട്ടിലെ നിത്യസന്ദർശകനായിരുന്നു നിനോ എന്ന് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ ബോധ്യമായി. മൊബൈൽ മെസ്സേജ് സർവീസായ വാട്സപ്പ് വഴി ഇരുവരും അവരുടെ നഗ്നചിത്രങ്ങൾ കൈമാറിയിരുന്നതും പതിവായിരുന്നു. അനുശാന്തിയുടെ അറിവോടെ പകർത്തപ്പെട്ട നഗ്നചിത്രങ്ങൾ നിനോ മാത്യു കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള 100 കണക്കിന് ചിത്രങ്ങൾ പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. കുറച്ചുനാളുകളായി നിനോ മാത്യു ഭാര്യയുമായി യാതൊരടുപ്പവും പുലർത്തിയിരുന്നില്ല. ഒരേ വീട്ടിൽ ഭാര്യയും മകളും താഴത്തെ നിലയിലും ഇയാൾ മുകളിലത്തെ നിലയിലുമായാണ് മാസങ്ങളായി കഴിഞ്ഞിരുന്നത്. കുടുംബവുമായി അകന്നു കഴിയാൻ ഇരുവരും മാസങ്ങൾക്ക് മുമ്പേ തന്നെ തയ്യാറെടുത്തിരുന്നു. ഇതിന്റെ ഭാഗമായി നിനോയുടെ നിർദ്ദേശപ്രകാരം അനുശാന്തിയും വീട്ടുകാരുമായി അകൽച്ച പാലിച്ചിരുന്നു. വീട്ടിലുള്ളപ്പോൾ പ്രോജക്റ്റ് വർക്കുണ്ട് എന്ന് പറഞ്ഞ് അനുശാന്തി എപ്പോഴും മുകളിലത്തെ നിലയിൽ തന്നെ കഴിഞ്ഞിരുന്നു. ജോലി സ്ഥലത്ത് നിന്ന് മാസത്തിലൊരിക്കൽ വരുന്ന ലിജീഷിനോട് പോലും അനുശാന്തി അടുപ്പം കാട്ടിയിരുന്നില്ല. അനുശാന്തിക്ക് ജോലി തിരക്കാണെന്നാണ് ലിജീഷ് ആദ്യമൊക്കെ കരുതിയത്. ഒരിക്കൽ നിനോ മാത്യു അയച്ച മെസ്സേജ് കണ്ട ലിജേഷ് അനുശാന്തിയോട് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവൻ്റെ കൂടെ പോയി താമസിക്കാൻ പറഞ്ഞപ്പോൾ ഇനി ഉണ്ടാവില്ലെന്നായിരുന്നു അനുശാന്തിയുടെ മറുപടി. എന്നാൽ 2 ആഴ്ച മുമ്പ് അനുശാന്തി മറ്റാരോടോ അതിരുവിട്ട് സംസാരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ലിജീഷ് വഴക്കിട്ടു. ഈ സംഭവത്തിന് ശേഷമാകാം ലിജേഷിനെ ഉൾപ്പെടെ വകവരുത്താൻ ഇരുവരും ചേർന്ന് പദ്ധതിയിട്ടുണ്ടാകുകയെന്നാണ് പോലീസിന്റെ നിഗമനം. അനുശാന്തിയുമായുള്ള ബന്ധത്തിനു വേണ്ടി ആദ്യം സ്വന്തം ഭാര്യ ഒഴിവാക്കിയ നിനോ തുടർന്ന് തങ്ങളുടെ ഒത്തുചേരലിന് തടസ്സമായി നിൽക്കുന്നത് അനുശാന്തിയുടെ ഭർത്താവും കുഞ്ഞുമാണെന്ന് കണ്ടാണ് ഇവരെ ഒഴിവാക്കാൻ പദ്ധതിയിട്ടെന്നാണ് പോലീസ് പറയുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച അമിക്കസ് ക്യൂറി റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ പുറത്തുവരുന്നു. ക്ഷേത്രത്തിൽ നിന്നും കടത്തിയത് കണക്കില്ലാത്ത സ്വർണമെന്ന് അമിക്കസ് ക്യൂറി. സ്വർണം കടത്തിയതിന് പിന്നിൽ മണൽ ലോറികളിൽ സ്വർണം ലഭിച്ചത് തഞ്ചാവൂർ ജുവലറിക്കാർക്ക്. സ്വർണം കടത്തിയ വകയിൽ കമ്മീഷനായി നൽകിയത് 17 കിലോ സ്വർണവും 3 കിലോ ശരപ്പുള്ളി മാലയും. സ്വർണ്ണക്കടത്ത് മാർത്താണ്ഡവർമ്മയുടെ അറിവോടെ. ഇടനിലക്കാരൻ രാജുവിന്റെ വെളിപ്പെടുത്തൽ അമിക്കസ് ക്യൂറിയോട്. സ്വർണ്ണപ്പണിക്കാരനും പഴവങ്ങാടിയിൽ ജുവലറി നടത്തുകയും ചെയ്യുന്ന രാജുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ്ണക്കടത്ത് അമിക്കസ് ക്യൂറി കണ്ടെത്തിയിരിക്കുന്നത്. ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ അറിവോടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ്ണശേഖരം പലപ്പോഴായി പുറത്തേക്ക് കടത്തി. സ്വർണം മണലിൽ കലർത്തി ലോറികളിലാക്കിയാണ് ക്ഷേത്രത്തിന് പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഇത്തരത്തിൽ ക്ഷേത്രത്തിൽ നിന്നും മോഷണം പോയ മുതലിന് കണക്കില്ലെന്നും റിപ്പോർട്ടിലൂടെ അമിക്കസ് ക്യൂറി സുപ്രീം കോടതിയെ അറിയിച്ചു. സ്വർണം കടത്താൻ കൂട്ടുന്നത് ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പണിക്കാരനും മാർത്താണ്ഡവർമ്മയുടെ അടുപ്പക്കാരനുമായ രാജുവാണ്. തട്ടിപ്പിന് കൂട്ടുന്നതിന് പ്രത്യുപകാരമായി 17 കിലോ സ്വർണവും 3 കിലോയോളം വരുന്ന ശരപ്പൊലി മാലയും ലഭിച്ചിട്ടുണ്ടെന്ന് രാജു അറിയിച്ചു. തഞ്ചാവൂർ ജുവലേഴ്സാണ് സ്വർണം കടത്തിയത്. ഡി നിലവറയ്ക്ക് സമീപമുള്ള മുറികളിൽ അമൂല്യമായ നിധിശേഖരമുണ്ട്. മുതൽപ്പാടി മുറികൾ എന്നറിയപ്പെടുന്ന ഇവയുടെ 1, 2 അലമാരകൾ തുറന്നപ്പോൾ കുലശേഖര രാജാവിന്റെ കോടികൾ വരുന്ന വെള്ളി പ്രതിമയടക്കമുള്ള നിധി കണ്ടെത്തി. വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കാത്ത ഈ മുറികൾ ആദ്യഘട്ടത്തിൽ തുറക്കാൻ ക്ഷേത്ര ജീവനക്കാർ വിസമ്മതിച്ചു. താക്കോൽ കൈമോശം വന്നുവെന്നായിരുന്നു ജീവനക്കാരുടെ മറുപടി. തുടർന്ന് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് പൂട്ട് പൊളിക്കുകയായിരുന്നു. മുതൽപ്പാടി മുറികൾ കലവറ GH എന്ന് രേഖപ്പെടുത്തി മൂല്യനിർണ്ണയം നടത്തണമെന്ന് അമിക്കസ് ക്യൂറി ശുപാർശ ചെയ്തു. കാണിക്കപ്പെട്ടിയിലെ സ്വർണം പോലും മുറിച്ചു കടത്തി. പ്രത്യേക ദർശനത്തിനായി നൽകുന്ന വൗച്ചറിൽ സീരിയൽ നമ്പർ രേഖപ്പെടുത്താതെ പണാപഹരണം നടത്തിയെന്നും ഗോപാൽ സുബ്രഹ്മണ്യം സമർപ്പിച്ച 575 പേജുള്ള റിപ്പോർട്ടിൽ പറയുന്നു. മാർച്ച് 1 മുതൽ 30 വരെ തിരുവനന്തപുരത്ത് താമസിച്ചാണ് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൊല്ലത്ത് മകൾക്ക് നേരെ അച്ഛന്റെ ക്രൂരത. മകൾക്ക് നേരെ അച്ഛൻ വെടിയുതിർത്തു. സംഭവം കൊല്ലം മെയ്യന്നൂരിൽ. പിതാവ് റോയി ചെറിയാൻ ഒളിവിൽ.
രാവിലെ 9-നും 10-നും ഇടയിലാണ് റോയ് ചെറിയാൻ മകൾ റോണിക്ക് നേരെ എയർഗൺ ഉപയോഗിച്ച് വെടിയുതിർത്തത്. വയറിന്റെ ഇടതുഭാഗത്ത് ഗുരുതരമായി പരിക്കേറ്റ റോണി അയൽവാസിയുടെ വീട്ടിൽ പ്രാണരക്ഷാർത്ഥം അഭയം പ്രാപിക്കുകയായിരുന്നു. തുടർന്ന് അയൽവാസികൾ റോണിയെ മിയന്നൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ശസ്ത്രക്രിയയിലൂടെ വെടിയുണ്ട പുറത്തെടുത്തു. റോണി അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. അതേസമയം റോണി ചെറിയാനു വേണ്ടി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. ഇയാൾ മാരുതി വാനിൽ രക്ഷപ്പെട്ടതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. റോണിക്ക് 2 വയസ്സുള്ളപ്പോൾ തന്നെ ഭാര്യ റോയിയുമായി പിണങ്ങിപ്പിരിയുകയും തുടർന്ന് റോയിയാണ് മകളെ സംരക്ഷിച്ചു വന്നത്. കഴിഞ്ഞ ദിവസം റോയി അറിയാതെ റോണി മാതാവിനെ പോയി കണ്ടതാണ് പ്രകോപനത്തിന് കാരണമെന്ന് വാർഡ് മെമ്പർ പറഞ്ഞു. ഒരു ഭാര്യയായിട്ട് ബന്ധം ഇപ്പം ഇല്ല, നിലവിലില്ല. അപ്പോൾ 24 വയസ്സുള്ളൊരു കുട്ടിയായിരുന്നു. അപ്പോൾ അതിനുശേഷം 1 വയസ്സിലെങ്ങാണ്ട് ബന്ധം പിരിഞ്ഞതാണ്. അപ്പോൾ 24 വർഷം അച്ഛനാണ് വളർത്തിയത്. അതിനുശേഷം അമ്മയുടെ ഒപ്പം മോള് പോകാനായിട്ട് തയ്യാറായതിനാലാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. റോണിക്ക് മിയന്നൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് അധ്യാപികയായി ജോലി ലഭിച്ചതിനെ തുടർന്നാണ് കോട്ടയം ഏറ്റുമാനൂർ സ്വദേശികളായ അച്ഛനും മകളും ഇവിടെ വാടക വീട്ടിൽ താമസിച്ചു വന്നത്. നാട്ടുകാർക്കും ഇവരെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മുംബൈ പൻവേൽ സ്വദേശിനി 15-കാരിയെ കോഴിക്കോട് കല്ലായിയിൽ മാനഭംഗത്തിനിരയാക്കിയ സംഭവത്തിൽ പോലീസിന് ബാലാവകാശ കമ്മീഷന്റെ രൂക്ഷ വിമർശനം. പോലീസിന്റെ കൃത്യവിലോപമാണ് പ്രതികൾ രക്ഷപ്പെടാനിടയാക്കിയതെന്ന് ബാലാവകാശ കമ്മീഷൻ അംഗം നസീർ ചാലിയം പറഞ്ഞു. ഇരയെ സന്ദർശിച്ച് മൊഴിയെടുത്ത ശേഷം വിശദമായ അന്വേഷണം നടത്താൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി. ഈ മാസം 3-നായിരുന്നു മുംബൈ പനവേൽ സ്വദേശിനി പീഡിപ്പിക്കപ്പെട്ട നിലയിൽ കോഴിക്കോട് കസബ പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. അവശനിലയിൽ കണ്ട പെൺകുട്ടിയെ ഓട്ടോറിക്ഷ ഡ്രൈവർ രാവിലെ 9 മണിയോടെ സ്റ്റേഷനിലെത്തിക്കുകയായിരുന്നു. അന്ന് 3 മണിവരെ പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്താൻ തയ്യാറാകാത്തതും അന്വേഷണത്തിൽ കാണിച്ച അമാന്തവും പ്രതികൾക്ക് രക്ഷപ്പെടാൻ അവസരമൊരുക്കിയതായി ബാലാവകാശ കമ്മീഷൻ അംഗം നസീർ ചാലിയം പറഞ്ഞു. മാത്രമല്ല, പെൺകുട്ടിയുടെ മൊഴി സ്റ്റേഷനിൽ വെച്ച് രേഖപ്പെടുത്തിയത് നിയമവിരുദ്ധമാണെന്നും ബാലാവകാശ കമ്മീഷൻ അംഗം പറഞ്ഞു. കമ്മീഷൻ ഇപ്പോൾ കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത്രയും ദിവസങ്ങളായി പ്രതികളെ അറസ്റ്റ് ചെയ്യപ്പെടാത്തത് ഒരു വീഴ്ചയായാണ് ഒരു പ്രഥമദൃഷ്ട്യാ വിലയിരുത്തുന്നത്. യഥാർത്ഥത്തിൽ പോക്സോ ആക്ട് പ്രകാരം ഒരു കുട്ടിയുടെ പീഡനത്തിന് വിധേയമായ കുട്ടിയുടെ മൊഴിയെടുക്കുമ്പോൾ ഒരിക്കലും തന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് എടുക്കാൻ പാടില്ല എന്നാണ് നിയമം അനുശാസിക്കുന്നത്. മാത്രമല്ല, ആ കുട്ടി സാധാരണ താമസിക്കുന്ന വീട് അല്ലെങ്കിൽ ഇപ്പോൾ ചിൽഡ്രൻസ് ഹോമോ മറ്റ് മന്ദിരങ്ങളോ ആണെങ്കിൽ അവിടെ വെച്ചായിരിക്കണം കുട്ടികളുടെ മൊഴിയെടുക്കേണ്ടത്. അപ്പോൾ അതിന് വിരുദ്ധമായ ഒരു നിലപാടാണ് ഈ കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള. കുട്ടിയെ കസ്റ്റഡിയിൽ വാങ്ങി സ്റ്റേഷനിൽ വെച്ച് മൊഴിയെടുത്തു എന്നുള്ളതാണ് രേഖകൾ കൊണ്ട് മനസ്സിലാകുന്നത്. കോഴിക്കോട് ജുവനൈൽ ഹോമിൽ കഴിയുന്ന പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലന്വേഷിച്ച് ബാംഗ്ലൂരിലെത്തിയ പെൺകുട്ടിയെ ജോലി വാഗ്ദാനം ചെയ്ത് പ്രതികൾ കോഴിക്കോട് കല്ലായി റോഡിലെ ലോഡ്ജിൽ പീഡനത്തിനിരയാക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ പിതൃസഹോദരനും ഭാര്യയ്ക്കും സംഭവത്തിൽ പങ്കുള്ളതായും സംശയമുയരുന്നുണ്ട്. അപ്പോൾ ഒരു അന്യ സംസ്ഥാന പ്രതികൾ കൂടി ഈ കേസിൽ പിടിക്കപ്പെടേണ്ടത് എന്നുള്ളതാണ് ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഒരു തുടക്കം എന്നുള്ളതിൽ കമ്മീഷൻ മനസ്സിലാക്കി. അതേസമയം താൻ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയിട്ടില്ലെന്ന് കസബ SI ഉമാദേവി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. താമസമൊന്നും വന്നിട്ടില്ലല്ലോ, ഒന്നുമല്ല. 9-ാം തീയതി തന്നെ 3-ാം തീയതി തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ സിറ്റി പോലീസ് കമ്മീഷണറോട് ബാലാവകാശ കമ്മീഷൻ ആവശ്യപ്പെടും. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൊല്ലം ചാത്തന്നൂരിൽ ഹൈവേ പോലീസിന് കൈക്കൂലി കൈമാറാൻ ശ്രമിച്ച പാറമണൽ കടത്ത് കേസ് സംഘത്തിലെ 2 പേരെ വിജിലൻസ് പിടികൂടി. ഇവരിൽ നിന്നും 29,000 രൂപ പോലീസ് പിടിച്ചെടുത്തു. ബിജു ഖാൻ, സുനീർ, ഹുസൈൻ എന്നിവരെയാണ് കൊല്ലം വിജിലൻസ് ഡിവൈഎസ്പി രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം കൈയോടെ പിടികൂടിയത്. രാവിലെ ചാത്തന്നൂർ തിരുമുക്കിൽ ഹൈവേ പോലീസിനെ നിരീക്ഷിക്കുന്നതിനിടെ പാറമണൽ കടത്ത് സംഘത്തിൽപ്പെട്ട ഇവർ പോലീസിനെ സമീപിക്കുകയും 10 മിനിറ്റ് സംസാരിച്ച ശേഷം മടങ്ങുന്നതും ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് വിജിലൻസ് ഇവരെ പിടികൂടി പരിശോധിച്ചപ്പോഴാണ് കൈക്കൂലി നൽകാനായി കൊണ്ടുവന്ന 29,000 രൂപ ഇവർ സഞ്ചരിച്ചിരുന്ന കാറിൽ നിന്നും പിടിച്ചെടുത്തത്. ചോദ്യം ചെയ്യലിൽ കൈക്കൂലി നൽകാനാണ് പോലീസിനെ സമീപിച്ചതെന്ന് പ്രതികൾ സമ്മതിച്ചതായി വിജിലൻസ് അറിയിച്ചു. എന്നാൽ ലോറികളിൽ ഡീസൽ അടിക്കാനാണ് തുക കരുതിയതെന്ന് വിജിലൻസ് പിടിച്ചെടുത്ത കാറിന്റെ ഉടമ അനീസ് പറയുന്നു. തൊഴിലാളികൾ ഇങ്ങോട്ട് പോയതാണ്, രാവിലെ വണ്ടിക്ക് ഡീസൽ അടിച്ചു കൊടുക്കാൻ പോയത്. അവിടെ നിന്ന് ഉള്ള ഇതായതുകൊണ്ട് അങ്ങനെ പിന്നെ പാസുള്ള മെറ്റിലും പാറയൊക്കെ എടുക്കാനായിട്ട് പോയ വണ്ടികളാണ്. അങ്ങനെയുള്ള വണ്ടികൾ നേരത്തെ പോയി, വണ്ടിയൊന്നും ഇല്ല ഇതിനകത്ത്. അന്നേരം ഇതുപോലെ ഇന്നലെ വണ്ടികൾ പിടിച്ചപ്പോൾ പറഞ്ഞ് അതൊന്നും ഓടാൻ പറ്റത്തില്ല, ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞായിരുന്നു. അങ്ങനെ അത് തിരക്കാനാണ് ഇവ പോലീസിലോട്ട് ഈ പയ്യന്മാർ പോയത്. അനവധി അല്ലല്ലോ. പോയപ്പം
ഇവർ കൈക്കൂലി ഇവർ തെറ്റിദ്ധരിച്ചു അങ്ങനെ. കൈക്കൂലി കൊടുക്കാനല്ല, കൈക്കൂലി കൊടുക്കാനാണ് എന്തായാലും 25,000 29,000 രൂപ കൈക്കൂലി കൊടുക്കൂലല്ലോ. കാർ എൻ്റെ രാവിലെ മഴ കാരണം കൊടുത്തയച്ചത് കാറ്, ഒരു കാറിൽ കൊടുത്ത് അടിച്ചിട്ട് അവരെ കൊണ്ടുവരും തിരിച്ച്. അങ്ങനെ സാധാരണ ചെയ്യുന്നത്. അങ്ങനെയാണ് സാർ അത് പിടിക്കണ്ടേ. അതായത് ഒന്നീ തെളിവ് കാണണമല്ലോ. ഒന്നീ പോലീസുകാരെ പിടിച്ചായിട്ട് പോലീസുകാരെ മേടിച്ചായിട്ട് പറയണം. നല്ല അവർ പിടിച്ചില്ലല്ലേ, ചുമ്മാ പറഞ്ഞാൽ മതിയെ. 25,000 ഹൈവേ പോലീസിന് അങ്ങനെ പറയാകത്തില്ല. അവർ തടി കൂരാൻ ചെയ്ത പണിയായിരിക്കും. അവർ മേടിച്ചിട്ടില്ല പൈസ, പിന്നെ അങ്ങനെ അവർ ഇത് വേറെൻ്റെ കാര്യം എന്തു. പോലീസിന്റെ സഹായത്തോടെ വ്യാപകമായി പാറമണൽ കടത്ത് നടക്കുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് പോലീസിനെ നിരീക്ഷിച്ചു വന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊച്ചിയിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധനയിൽ മായം കലർന്ന മാങ്ങകൾ പിടിച്ചെടുത്തു. നെട്ടൂർ മാർക്കറ്റിലാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗവും പോലീസും ചേർന്ന് പരിശോധന നടത്തിയത്. കാൽസ്യം കാർബൈഡ് വെച്ച് പഴുപ്പിച്ച മാമ്പഴം പിടിച്ചെടുത്ത ഗോഡൌൺ ഭക്ഷ്യസുരക്ഷാ വിഭാഗം സീൽ ചെയ്തു. എറണാകുളം, തൃശൂർ ജില്ലകളിൽ മായം കലർന്ന മാങ്ങകൾ കഴിച്ച് നിരവധി പേർ ആശുപത്രിയിലായിരുന്നു. ഇതേ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം പഴക്കടകളിൽ പരിശോധന നടത്തിയിരുന്നു. ഇവരിൽ നിന്നും കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നെട്ടൂർ മാർക്കറ്റിലെ മൊത്തവ്യാപാര കേന്ദ്രത്തിൽ പരിശോധന നടത്തിയത്. പരിശോധനയിൽ കാൽസ്യം കാർബൈഡ് ചേർത്ത് പഴുപ്പിക്കാൻ വെച്ച മാങ്ങകൾ ഭക്ഷ്യസുരക്ഷാ വിഭാഗവും പോലീസും ചേർന്ന് പിടിച്ചെടുത്തു. സ്ഥാപനം ഉദ്യോഗസ്ഥർ സീൽ ചെയ്തു. ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഇന്റലിജൻസ് ഇൻസ്പെക്ടർ അബ്ദുൾ മജീദ്. പല സ്ഥലത്തേക്കും ഇവിടുന്ന് പോകുന്നുണ്ടെന്ന് അറിഞ്ഞ് വ്യക്തമായി ഇവിടുന്ന് ഇൻഫർമേഷൻ നമുക്ക് ശേഖരിക്കാൻ പറ്റിയില്ല. ഇവരത് രേഖകളില്ല. രേഖകൾ അവർ സമർപ്പിക്കുന്നതനുസരിച്ച് ബാക്കി നടപടികൾ ഞങ്ങൾ ഇത് ജയിൽ ശിക്ഷ കിട്ടുന്ന കുറ്റമാണ്. പിടിച്ചെടുത്ത മാങ്ങകൾ പരിശോധനയ്ക്ക് അയക്കുമെന്നും പരിശോധനാ ഫലം വന്ന ശേഷം സ്ഥാപനമുടമയ്ക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഭക്ഷ്യസുരക്ഷാ വിഭാഗം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.